ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ചാനലിലേക്ക് സ്വാഗതം. എന്ന് ഞാൻ വന്നിട്ടുള്ളത് സാമ്പാർ പൊടി എങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കാം, നല്ല ഫൈൻ പൊടി എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും കടകളിൽ നിന്നൊക്കെ മേടിച്ചല്ലേ നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നത്. ആ പൊടി തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 10 എരിയുള്ള മുളകും 15 എരിയില്ലാത്ത മുളകും കാശ്മീരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുളകൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പാന് സ്ലോ ഫ്ലെയിമിലാണ് വെച്ച് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അല്ല, ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതൊക്കെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു വരും. അതാണിത് വറവാൻ്റെ പരുവം. അപ്പോൾ നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഓരോന്നായിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇതിലേക്ക് കടലപ്പരിപ്പ് 3 ടേബിൾ സ്പൂണും ഉഴുന്ന് പരിപ്പും 3 ടേബിൾ സ്പൂണും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ വറവിൻ്റെ അളവ് വ്യത്യസ്തമാണ്. അതാണ് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നത്. ഇത് വറവ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരും. കണ്ടില്ലേ, ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനെയും നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇടുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിയും 2 ടേബിൾ സ്പൂൺ ജീരകവുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനൊക്കെ ഒരു മിനിറ്റ് വറവിൻ്റെ സമയമാണ് ഇതിനൊക്കെ എടുക്കുന്നത്. ഇതും കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഉലുവ 2 ടേബിൾ സ്പൂണും ചുമന്ന അരി മട്ടയരി അതും 2 ടേബിൾ സ്പൂണുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനും ഏകദേശം 1-2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിൻ്റെയും കളറ് മാറിയിട്ടുണ്ട്. അതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനിയും ഇട്ട് കൊടുക്കുന്നത് 5-6 കറിവേപ്പിലിൻ്റെ ഇലയാണ്. 5-6 തണ്ടെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇലയാണ്. ഇതിന് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനൊരു 2-3 മിനിറ്റ് പിടിക്കും. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരും. അതാണ് ഇതിൻ്റെ വറവിൻ്റെ പരുവം. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് കട്ടക്കായം പൊടിച്ചതാണ്. ഇത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ പൊടിച്ച കായവും 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കുന്ന സമയത്ത് ഇതിനെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ഐറ്റങ്ങളെല്ലാം ഇവിടെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം പൊടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. നമുക്ക് സ്പൂണിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇതിപ്പോൾ പൊടിഞ്ഞിട്ടില്ല, ഒരു ശകലം കൂടെ ഒന്ന് പൊടിഞ്ഞു വരണം. അപ്പോൾ നമ്മളുടെ നല്ല ഫൈൻ പൊടിയായിട്ട് ഇവിടെ സാമ്പാർ പൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈൻ പൊടിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു കുപ്പിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കാം. നല്ല മണത്തോടു കൂടിയ സാമ്പാർ പൊടി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ വേറൊരു വീഡിയോയായിട്ട് വരും വരെ ബൈ.